ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബാലിയത്തെ കറങ്ങാൻ പോകുന്ന 3rd ഡേ ആണ്. നമുക്ക് ഇന്ന് വരുന്നത് ഒരു ടെമ്പിളാണ്. ഇന്നലെ പോയ പോലെ 2 പില്ലറൊക്കെ ആയിട്ട്, പക്ഷെ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഇതിൻ്റെ ഒന്നും പേരെടുക്ക് പറയാൻ കറക്റ്റ് കിട്ടില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ, മാപ്പിലൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോയി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. സമയം 7:20 എൻ്റെ കണ്ണിൽ ഉറക്കമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഉറക്കമൊക്കെ നല്ലോണം ഉറങ്ങി, എന്നാലും ഒരു 6:30 ആയപ്പോഴേക്ക് എണീറ്റു. അതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സമയം ഇവിടെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പൂളിൻ്റെ അടുത്താണ്, ദീപാട്ടിനകത്തുണ്ട്. അപ്പോൾ നല്ല മഴയായിരുന്നു. ഇവിടെ ചെയറൊക്കെ കൊണ്ട് നനഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇനിയിപ്പം 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. 8 മണിയാകുമ്പോഴേക്ക് നമ്മുടെ വണ്ടി വരും. എന്നിട്ട് ഇന്നിനിയിപ്പം ഇവിടുന്ന് 2 മണിക്കൂർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് വലിയ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം, ഇന്നലത്തെയൊക്കെ പോലെ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നാട്ടിൻ പ്രദേശത്തിൻ്റെ ഒക്കെ ഫീലാണ്. ഫുള്ള് കീരാങ്കീരി, ഇത് കോഴി പോകുന്നു, പിന്നെ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 7:20 ആയി. നമ്മളപ്പം ഇതെന്താക്കുക, ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ അല്ലേ. നമുക്ക് ടീ വരുന്നുണ്ട്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ എന്തോ ഒരു റോള് വരുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? വെജിറ്റബിൾ റോൾ. ഓക്കെ, എന്ത് സാധനം? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പ്രിംഗ് റോള്, ഇത് മാക്രോൺസ്. ഇതിപ്പോട്ട് ഇതെന്താന്നാ പറഞ്ഞേ? എന്തോ ഒരു ചിക്കനോ സോസേജോ അങ്ങനെ എന്തോ ഒരു ഐറ്റാണ്. പിന്നെ നമുക്ക് ക്രൊസോൺ ഉണ്ട്, പിന്നെ മഫിൻസ് ഉണ്ട്. ഫ്രൂട്ട്സ് ആയിട്ട് വാട്ടർമെലണും പൈനാപ്പിളും, പിന്നെ റംബുട്ടാൻ ഉണ്ട്. പിന്നെ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുടിക്കാൻ നമ്മൾ ജ്യൂസാണ് എടുത്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുഴപ്പമില്ല. ഒന്നാമത് ഇവരുടെ ഫുഡിൻ്റെ ആ ഒരു ഐറ്റംസൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെടില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഫ്രൂട്ട്സ് ഇവിടുത്തെ വാട്ടർമെലൺ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരവും നല്ല ചുവന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റംബൂട്ടാനും നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ മുട്ടയിലൊക്കെ ഇവർ ഉപ്പൊക്കെ കുറച്ചേ ഇടുള്ളൂ, എന്നാലും ഇവർ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. സമയമുണ്ട്, നമുക്കൊരു 10 മിനിറ്റിൽ കൂടുതലുണ്ട്. വന്നിനില്ല ഡ്രൈവർ. ഓക്കെ, ബാക്കൊക്കെ ഒക്കെ ഇത് രസമാണ് അറിയോ, നടന്നു പോകുന്ന വഴിയൊക്കെ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. കണ്ടോ ചെമ്പകം. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറി. ഇനി നമ്മളിപ്പോൾ പോവാണ്. 2 മണിക്കൂറുണ്ട്. കുറച്ചൊന്ന് ഉറങ്ങാൻ തോന്നുന്നു. നമ്മളെ നാട്ടിൽ 5:45 സമയം. നല്ല ഉറക്കം, അതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. നോക്കാം. അങ്ങനെ നമ്മളെത്തി. വലിയൊരു ഡ്രൈവായിരുന്നു. 2.25 മണിക്കൂർ എടുത്ത്. കുറേ സമയം ബ്ലോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ദൂരമുണ്ട് നല്ലോണം. എനിക്ക് തോന്നുന്നു നമ്മൾ കോഴിക്കോട് വയനാട്ടിലേക്കൊക്കെ പോകുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു റൂട്ടൊക്കെ ആയിരുന്നു ഇത് കണ്ടപ്പോഴൊക്കെ തോന്നിയത്. നല്ല വെയിലാണ്. രാവിലെയൊക്കെ കാലാവസ്ഥ കണ്ടപ്പോൾ മഴയായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ ഒരു വാനിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. വാന് ട്രാവലറൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇവർ ടിക്കറ്റ് എടുക്കുമ്പം അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് ആണോ എന്നൊക്കെ. അപ്പം എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നുണ്ട്, പീരിയഡ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ട്രഡീഷണൽ രീതിയിലുള്ള അമ്പലമായിരിക്കും തോന്നുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ ഇതിലൊക്കെ നോക്കിയിടാം. ഇത് നമ്മളെ പാക്കേജിൽ ഓൾറെഡി ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. വേറൊരു സ്പോട്ടായിരുന്നു, ഉളുവട്ടൂർ ടെമ്പിളായിരുന്നു. ഞാൻ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ, ലെംബുയാങ് ടെമ്പിൾ എന്നാണ് ലൊക്കേഷൻ. അപ്പോൾ മറ്റേത് മാറ്റിയിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്തതാണ്. ഗൂഗിളിലൊക്കെ പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് എന്താണ് നമ്മൾ ഫോട്ടോസ് കാണുന്നതാണോ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവർ നമ്മളെ മുണ്ടുടിപ്പിച്ചു. 2 ആളെയും, ഇനിയും ദീപാട്ടിനെയും നമ്മളെ 2 ആളെയും
മുണ്ടുടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഉടുത്തിട്ടാണ് കയറാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിന് എക്സ്ട്രാ പൈസയൊന്നുമില്ല. പക്ഷെ എൻ്റെത് കുറച്ച് ലൂസാണ്, നിങ്ങളത് ടൈറ്റ് ആയിരിക്കും അല്ലേ? സാറില്ല. ഒരു കയറ്റാണ്. നമ്മളിപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്നത് നല്ല കയറ്റം തന്നെയായിരുന്നു. വല്ലാത്തൊരു കയറ്റായിപ്പോയി. കയറിയിട്ട് തീരുന്നില്ല. നമ്മളെ മാത്രം ഐഡിയ ആയിപ്പോയി അല്ലേ ദീപട്ട്? ആ ഓക്കെ, കണ്ടു. വാ, അതാണ് ആ സ്പോട്ട്. അപ്പോൾ മുകളിലേക്ക് കയറാം. ഇനിയും നല്ല വെയിലുണ്ട്. തീർത്തൊക്കെ തെളിച്ച് വന്നു. നല്ല തിരക്കുണ്ട്. ഇത്രയും ആൾക്കാരെ താഴെ വന്നപ്പം പ്രതീക്ഷിച്ചില്ല. നമ്മളിവിടെ എത്തി. ഇത് അവിടെ നിന്ന് കണ്ടോ, ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ മെയിന്. അപ്പൊ നമുക്ക് ടോക്കൺ ഓൾറെഡി ഇവർ താഴത്തത് തരും. നമുക്ക് തന്നത് ഇപ്പം പോകുന്ന അനുസരിച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുന്ന പറഞ്ഞത്. ടോക്കൺ നമ്പർ എത്രയായിരുന്നു? ഇവിടെ ടോക്കൺ നമ്പർ എത്രയായിരുന്നു? 172. ഇപ്പൊ എത്രയാ? 112 ആയിട്ടുള്ളൂ. ഇപ്പൊ 100. നമുക്ക് കിട്ടിയ ടോക്കൺ 172. എന്തായാലും നോക്കാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഫോട്ടോ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ സമയം 12:45. നമ്മളിവിടെ എത്ര മണിക്ക് എത്തി? 10:30 12:45. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ഒരു അമ്പലം കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. എന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ചെറിയ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, കണ്ടപ്പോൾ നമുക്കൊന്ന് പേടിയായി. ഇനിയിപ്പം മഴ പെയ്തിനെങ്കിൽ ഫോട്ടോസിൽ രസം ഉണ്ടാവില്ലല്ലോ. പക്ഷേ എങ്കിൽ എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തില്ല. അപ്പം ഇനിയിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇതാണ് ആ സ്ഥലം. അമ്പലത്തിൻ്റെ മുകളിലെത്തി. ഇതാണ് താഴെയുള്ള കാഴ്ച. ആ വോളിൽ നിന്നാണ് നമ്മൾ ഫോട്ടോസ് എടുത്തത്. ഇത് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. എന്തോ ടെമ്പിളാണ് തോന്നുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട്. ബാലിയിൽ കൂടുതലും അമ്പലങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇന്തോനേഷ്യയിൽ 85% മുസ്ലിംസും പിന്നെ 10% ക്രിസ്ത്യൻസും ബാക്കി 5% ഹിന്ദുസ് ഉള്ളത്. ആ 5-ൽ ബാലിയിലാണ്, അതായത് ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുസ് ഉള്ളത് ബാലിയിലാണ്. ആ 5%-ൻ്റെ 85% ഹിന്ദുസ് താമസിക്കുന്നത് ബാലിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ കൂടുതൽ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതെന്നാണ് കണ്ടത്. കറക്റ്റായിരിക്കാം. നമ്മൾ നടന്ന് താഴെ എത്തി. ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ക്ഷീണിച്ചോ? ഇല്ല, ഞാൻ ക്ഷീണിച്ച് നടന്നിട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആള് ഫുള്ളായി കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോകും. പിന്നെ അവിടെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഐലാൻഡറൊക്കെ പെരങ്ങി നമ്മളെ വണ്ടിയിൽ അടുത്ത സ്പോട്ട് തീർത്ഥഗംഗ. അത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് പോലും. അതുകൊണ്ടാണ് തീർത്ഥഗംഗ എന്ന് പറയുന്നതെന്നാണ് ഗൂഗിളിൽ കണ്ടത്. നോക്കാം. ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മളെ വണ്ടിയിലേക്ക് കയറി. അപ്പോഴേക്കും മഴയും പെയ്തു. പക്ഷെ ഇങ്ങോട്ടില്ല, അവിടെ മാത്രം ഒന്ന് കൊടിഞ്ഞിട്ട് പോയതാ. അപ്പോൾ നമ്മൾ തീർത്ഥഗംഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ച് പോകുന്ന വഴി കഴിക്കാനാണ് പറഞ്ഞത്. നോക്കട്ടെ നമുക്ക് ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടുമോയെന്ന്. ചെക്ക്. നമ്മളങ്ങനെ തീർത്ഥഗംഗയിലെത്തി. നല്ല തിരക്കാണ്, വണ്ടികളൊക്കെ കുറേ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഉള്ളിലേക്ക്. നോക്കട്ടെ, തുറന്നു വരുമോ? അപ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ എന്തായാലും കയറി നോക്കട്ടെ എന്താ അവസ്ഥ. 2 persons. നമുക്ക് അവിടെ ഇരുന്നാലോ? We will sit there. Okay. Thank you. അപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അതിൻ്റെ ഉള്ളിൽ എന്തായാലും 1 മണിക്കൂറൊക്കെ എടുക്കും പോലും. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളിൽ നോക്കട്ടെ. ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഞാനൊരു വാട്ടർ മെലൺ ജ്യൂസും ദീപേട്ടനൊരു ലൈം ടീയാണ് ഓർഡർ ചെയ്തത്. ദീപേട്ടിട്ട് ലൈം ടീ നോക്കി. ഇത്രപാട് ലൈം ടീ ഒക്കെ ആരൊക്കെ കുടിക്കുമോ? ടേസ്റ്റ് ചെയ്തൊക്കെ എന്താ അവസ്ഥ?
എന്താ ടേസ്റ്റ്? ടേസ്റ്റ് നല്ലതാ? ചൂട് കുറവാ. മൊത്തം കുടിച്ച് തീർക്കുവോ? ബുദ്ധിമുട്ടാവും. ഇതാണ് ഇവിടുത്തെ ചിക്കൻ റൈസ് ബിരിയാണി. ഒരൊറ്റ പീസും പിന്നെ കുറേ വെജീസും പപ്പടവും പിന്നെ ഒരു റൈസും ഉണ്ട്. ഗരം മസാലയുടെ ഒക്കെ ഒരു കുത്ത് കുഴപ്പമില്ല. ബ്രോസ്റ്റ് ഫുഡ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. സമയം 2:30 കഴിഞ്ഞ്. 1 മണിക്കൂറാണ് ഫുഡ് കഴിക്കുന്നിടത്ത് എടുത്തത്. കുറേ ടൈമായി അവർ ഫുഡ് കൊണ്ടുവരാൻ എടുത്തു. ആദ്യം എൻ്റെത് കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ദിവാട്ടിൻ്റെ ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തീർത്ഥഗംഗയിലേക്ക് കയറാൻ പോവാണ്. വലിയൊരു ഗേറ്റ് കാണുന്നുണ്ട്, കാണിച്ചു തരാം. അതാണ് ഉള്ളിലത്തെ കാഴ്ച. നോക്കിയേ എന്ത് ഭംഗിയാ. 4 മണി വരെ ഉള്ളൂ എന്നാ പറഞ്ഞത്. നല്ല രസമുണ്ട്, ഫുള്ള് വെള്ളമായിട്ട്. മ്യൂസിയമാണ്. മ്യൂസിയം അഷ്ടഗംഗ. അഷ്ടഗംഗ നിൽക്കല് ഉദ്ദേശിച്ച്. സ്റ്റേഴ്സ് ഇവിടെയൊക്കെ കണ്ടോ? ഇവിടെ ഇതാണ് നെൽകൃഷിയാണ്. റൈസ് ടേഴ്സ്. മുകളിൽ കയറി നോക്കാം. നല്ല കാറ്റുണ്ട്. ഇവിടെ രാജാവിൻ്റെ വലിയൊരു പ്രതിമ. ഏത് രാജാവാണ്? രാജ കരംഗസീം K14. നമ്മളൊരു തിരിച്ച് ഇറങ്ങിയപ്പോൾ ഒരു ചിപ്സിൻ്റെ ഷോപ്പിൽ കയറി. ഞാനൊരു ചിപ്സും പിന്നെ ഒരു ഓറിയോൻ്റെ ഒരു കോൺ ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട്. എന്താണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി. ഇതേൻ്റെ ഐസ്ക്രീം, ഓറിയോ കോൺ ഐസ്ക്രീം. ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നേരെ റൂം പോയി കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം. എന്തായാലും വേഗം കഴിഞ്ഞിന്. 3:30 ആകുമ്പോഴേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. അവിടെ നന്നായി. പിന്നെ വെയിൽ ഇന്ന് കുറവാണ്. ഇന്നലത്തെ അത്രയും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ റൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. നല്ല ഉറക്കക്ഷീണമുണ്ട്. സമയം 5:30 കഴിഞ്ഞു. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് കിടന്ന് കുറച്ച് സമയം ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് എണീറ്റ് രാത്രിയത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം. ഇനി പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം വീഡിയോ ഇവിടം വരെ മതിയില്ലേ.
മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ